ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സംസാരിക്കുകയാണ്. പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആളുകൾ അകത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ എല്ലാവരും കൂടിയിട്ടൊരു ഒത്തൊരുമയുണ്ടായിരുന്നു. അവർ പരസ്പരം ക്ഷമ ചോദിക്കുന്നു, കഴിഞ്ഞതെല്ലാം മറന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ശ്രമം ഓൾമോസ്റ്റ് വിജയിച്ചിരിക്കുന്ന സമയത്താണ് ഈ പുറത്തുനിന്നുള്ള ആളുകൾ കയറി ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി. ഒരു എന്താ പറയുക, ഇപ്പോൾ പ്രത്യേകിച്ച് ആദില നൂറ കണ്ടസ്റ്റൻറ്റിന് അവർ വളരെ ഹേറ്റഡായി പല പുറത്തുനിന്ന് വളരെ നെഗറ്റീവെല്ലാം കേട്ട് വന്ന് ഇവിടെ വന്ന് അവരവരെ ലൈഫ് കാണിച്ചു കൊടുത്ത് കുറേ അധികം ആളുകൾക്ക് അവരോടുള്ള വെറുപ്പ് മാറ്റി അവർ പോസിറ്റീവായിട്ട് നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നാണ് ആദിലയ്ക്കും നൂറയ്ക്കും. ഇവർ വന്നതോടുകൂടി അതിപ്പോൾ പണ്ടത്തേലും വേസ്റ്റായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ആദില നൂറ ആരാണെന്ന് ഒരു വിഭാഗം ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ആരൊക്കെയാണോ ബിഗ് ബോസ് കണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ആദില നൂറയെ അറിയാം. കുറേ ആൾക്കാർക്കെങ്കിലും നെഗറ്റിവിറ്റി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്മിക്ക് എന്തായാലും ഗെയിമിലുണ്ടായിരുന്നപ്പോൾ കിട്ടിയ ഹേറ്റഡും സൈബർ ബുള്ളിങ്ങിനെല്ലാം ഒരു ആശ്വാസം ഈ 2 ദിവസം കൊണ്ട് ലക്ഷ്മി നേടിയെടുത്തിട്ടുണ്ട്. പല ആളുകളും ലക്ഷ്മിയെ വളരെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുമോളുടെ കൂടെ നിന്നപ്പോഴും അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്തപ്പോഴും ലക്ഷ്മി ഇവിടെ വന്നിട്ട് ചെയ്ത ബിഹേവിയർ അതെല്ലാം നമുക്കും ഒരു നന്നായിട്ട് തോന്നി. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഷാനവാസ്, നെവിൻ, അനുമോൾ, അനീഷ്. നെവിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. കാരണം ഓരോ നിമിഷവും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറയ്ക്ക് ഒരിത്തിരി നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട്, ഇവർ കുറച്ച് കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായതോടുകൂടി നെവിൻ ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂറയെ വെറുക്കുന്ന ആളുകളുടെ വോട്ട് നെവിന് കയറാൻ സാധ്യതയുണ്ട്. ഭയങ്കര ബുദ്ധിമാനായിട്ടൊരു ഗെയിമറാണ് കേട്ടോ നെവിൻ. അപ്പോൾ ഒരു പക്ഷേ നെവിനാണ് പോകാനിരിക്കുന്നതെങ്കിൽ അതിൽ അട്ടിമറി സംഭവിച്ച് നൂറ പുറത്താവാൻ സാധ്യതയുണ്ട്. ടോപ്പ് 5 കയറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്തായാലും നൂറ. ഒരു 4-5 ദിവസം മുമ്പ് വരെ എല്ലാം കളഞ്ഞു വിളിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അറിയില്ല, നമ്മൾ കാത്തിരുന്ന് കാണാം മിഡ് വീക്ക് എവിക്ഷൻ. ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നെവിനാണെങ്കിൽ എനിക്ക് ജോലി എടുക്കാൻ വയ്യ, വേർപ്പ് തട്ടാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഉദ്ഘാടനങ്ങൾ ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഷോപ്പിംഗ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എനിക്ക് പേരിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, എനിക്ക് ഈ പേര് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ നെവിൻ പേര് മാറ്റിനെ പറ്റി സംസാരിക്കുകയാണ്. പക്ഷേ ഷാനവാസ് പറയും എന്തിനാണ് പേര് മാറ്റുന്നത്, അങ്ങനെയാണെങ്കിൽ അനുമോളൊക്കെ എപ്പോഴും പേര് മാറ്റിയതിനെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. അഭിരാമി എന്നുള്ള പേര് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ മിലി എന്ന് പറഞ്ഞ പേര് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പല്ലവി എന്ന് പറഞ്ഞൊരു പേര് ഇഷ്ടമാണെന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പേര്, അത് ഇത്തിരി വലിയവരായി പോയല്ലോ ഷാനവാസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ തന്നെ പല്ലി എന്ന് വിളിച്ചേനെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്ത് നിന്ന് നമ്മുടെ അനീഷ് ഒരു പാട്ട് മിലി ഒരു സിനിമയുടെ പേര്, അഭിരാമി ഒരു സിനിമ ആക്ട്രസിൻ്റെ പേരല്ലേ എന്ന് പറഞ്ഞിട്ട് മിലിയിലത്തെ ഒരു പാട്ട് പാടും, മിലി. അപ്പോൾ ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് അതേ ചേട്ടൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അനുമോൾക്കൊരു ചമ്മലാവുന്നുണ്ട്, അനീഷിന് ചമ്മലാവുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇല്ല ഞാൻ പാട്ട് പാടിയതാന്ന് പറഞ്ഞു. ഷാനവാസിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അനീഷ് പിന്നെയും ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യാനിരിക്കുകയാണ്. ഷാനവാസ് നീ എൻ്റെ മുഖത്തോട്ട് നോക്കാണ്, അപ്പുറത്ത് നോക്കിയിരുന്ന് പാടും, എനിക്ക് ചിരി വന്നിട്ട് വയ്യ. പനോള് പറയുന്ന ചേട്ടാ പോർന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 4 പേരും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരിക. താങ്ക് യു.